ഫ്രാൻസിന്റെ അത്യാധുനിക ബഹുമുഖ യുദ്ധവിമാനമായ റഫാൽ ഇനി ഇന്ത്യയിൽ നിർമ്മിക്കുമോ? അതുമാത്രമല്ല, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന റഫാൽ യുദ്ധവിമാനങ്ങളുടെ പ്രധാന നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറുമോ? ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അത്തരം ഒരു വലിയ മാറ്റത്തിനുള്ള സാധ്യതയാണ്. ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ അത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ മാത്രമല്ല, രാജ്യത്തിന്റെ വ്യവസായം, തൊഴിൽ, സാങ്കേതികവിദ്യ, കയറ്റുമതി എന്നിവയെയും പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിച്ചേക്കും. ഇനി ഈ പദ്ധതിയെക്കുറിച്ചും ഇന്ത്യക്ക് ലഭിക്കാനിടയുള്ള നേട്ടങ്ങളെക്കുറിച്ചും വിശദമായി പരിശോധിക്കാം. ഞാൻ ഗ്രീഷ്മ. ഫ്രഞ്ച് പ്രതിരോധ വ്യോമയാന കമ്പനിയായ ദസോ ഏവിയേഷൻ ഇന്ത്യയെ റഫാൽ യുദ്ധവിമാനങ്ങളുടെ ആഗോള നിർമ്മാണ കയറ്റുമതി കേന്ദ്രമാക്കി വികസിപ്പിക്കുന്ന സാധ്യത പരിശോധിക്കുകയാണ്. നിലവിൽ റഫാൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത് ഫ്രാൻസിലെ മേറിനാക് നഗരത്തിലുള്ള ദസോയുടെ പ്രധാന നിർമ്മാണശാലയിലാണ്. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റഫാലിന് വൻതോതിൽ ആവശ്യകത വർദ്ധിച്ചിരിക്കുകയാണ്. ഈ വർഷം മാത്രം UAE, ഈജിപ്റ്റ്, ഇന്തോനേഷ്യ, സെർബിയ, ഗ്രീസ് എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് ഏകദേശം 220 റഫാൽ യുദ്ധവിമാനങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള കരാറുകളാണ് കമ്പനി സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത്രയും വലിയ ഓർഡറുകൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഫ്രാൻസിലെ ഒരൊറ്റ നിർമ്മാണ കേന്ദ്രം മാത്രം മതിയാകില്ല. അതിനാൽ ഫ്രാൻസിന് പുറത്തും ഒരു വലിയ ഉൽപാദന കേന്ദ്രം സ്ഥാപിക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. അതിനായി ഏറ്റവും ശക്തമായി പരിഗണിക്കപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യ. എന്തുകൊണ്ടാണ് ഇന്ത്യ? കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യ പ്രതിരോധ നിർമ്മാണ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായി പ്രതിരോധ ഉപകരണങ്ങളുടെ ആഭ്യന്തര നിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. വിദേശ കമ്പനികളുമായി സഹകരിച്ച് ഇന്ത്യയിൽ തന്നെ അത്യാധുനിക പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അതിവേഗം വികസിപ്പിക്കപ്പെടുകയാണ്. ഇതാണ് ദസോ ഏവിയേഷനെ ഇന്ത്യയിലേക്ക് കൂടുതൽ ആകർഷിക്കുന്ന പ്രധാന കാരണം. റഫാൽ യുദ്ധവിമാനവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. ഹൈദരാബാദിൽ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റത്തിന്റെ സഹകരണത്തോടെ റഫാൽ യുദ്ധവിമാനത്തിന്റെ ഫ്യൂസലേജ് നിർമ്മിക്കുന്ന അത്യാധുനിക നിർമ്മാണശാല വികസിപ്പിച്ചു വരികയാണ്. വിമാനത്തിന്റെ പ്രധാന ഘടനാപരമായ ഭാഗങ്ങളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. അതേസമയം മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ റിലയൻസ് എയ്റോസ്പേസുമായി ചേർന്ന് റഫാലിന്റെ വിവിധ ഘടകങ്ങളുടെ നിർമ്മാണവും നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യ ഇപ്പോൾ റഫാലിന്റെ ചില ഭാഗങ്ങൾ നിർമ്മിക്കുന്ന രാജ്യമാണ്. പുതിയ പദ്ധതി യാഥാർത്ഥ്യമായാൽ ഇതേ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കപ്പെടും. ഇന്ത്യൻ വ്യോമസേനയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 114 പുതിയ ബഹുമുഖ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതി നിലവിലുണ്ട്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സമർപ്പിച്ച താൽപര്യപത്രം ദസോ ഏവിയേഷൻ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ആഗസ്റ്റ് 2ാം വാരത്തോടെ ഇത് സംബന്ധിച്ച് നിർണായക പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് സൂചന. ഈ കരാർ ദസോയ്ക്ക് ലഭിച്ചാൽ ഇന്ത്യയിൽ വലിയ തോതിൽ നിർമ്മാണ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള സാധ്യത ഗണ്യമായി വർദ്ധിക്കും. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട സുപ്രധാന പ്രഖ്യാപനങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുമെന്നും അതിനൊപ്പം റഫാൽ നിർമ്മാണ പദ്ധതിയെക്കുറിച്ചും കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നുമാണ് വിലയിരുത്തൽ. ഇന്ത്യക്ക് എന്തൊക്കെയാണ് നേട്ടങ്ങൾ? ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ ഇന്ത്യക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ്. ഒന്നാമതായി, രാജ്യത്തെ വ്യോമയാന പ്രതിരോധ വ്യവസായ മേഖല കൂടുതൽ ശക്തമാകും. അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണത്തിൽ ഇന്ത്യക്ക് നേരിട്ടുള്ള പങ്കാളിത്തം ലഭിക്കുന്നത് ആഭ്യന്തര വ്യവസായത്തിന് വലിയ ഉണർവാകും. രണ്ടാമതായി, ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. എഞ്ചിനീയർമാർ, സാങ്കേതിക വിദഗ്ധർ, ഗവേഷകർ, യന്ത്രവിദഗ്ധർ, നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രാവീണ്യമുള്ള തൊഴിലാളികൾ തുടങ്ങി നിരവധി വിഭാഗങ്ങൾക്ക് പുതിയ അവസരങ്ങൾ തുറക്കും. മൂന്നാമതായി, ടാറ്റ, റിലയൻസ് പോലുള്ള വലിയ കമ്പനികൾക്ക് മാത്രമല്ല, ചെറുകിട ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങൾക്കും ആഗോള പ്രതിരോധ വിതരണ ശൃംഖലയുടെ ഭാഗമാകാൻ അവസരം ലഭിക്കും. വിമാനങ്ങളുടെ വിവിധ ഭാഗങ്ങൾ, ഇലക്ട്രോണിക് സംവിധാനങ്ങൾ, മെക്കാനിക്കൽ ഘടകങ്ങൾ, പ്രത്യേക അലോയികൾ, മറ്റ് സാങ്കേതിക ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിൽ കൂടുതൽ ഇന്ത്യൻ കമ്പനികൾക്ക് പങ്കാളികളാകാൻ കഴിയും. നാലാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നേട്ടം സാങ്കേതിക വിദ്യയുടെ കൈമാറ്റമാണ്. ലോകത്തിലെ ഏറ്റവും ആധുനിക യുദ്ധവിമാന സാങ്കേതിക വിദ്യകളിൽ ചിലത് ഇന്ത്യയിലെ കമ്പനികൾക്കും വിദഗ്ധർക്കും ലഭ്യമാകും. ഇത് ഭാവിയിൽ ഇന്ത്യ സ്വന്തം യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുന്നതിനും പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനും വലിയ സഹായകമാകും. ഇതുവരെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ഉപകരണ ഇറക്കുമതിക്കാരിൽ ഒന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതി പതുക്കെ മാറുകയാണ്. മിസൈലുകൾ, ഹെലികോപ്റ്ററുകൾ, യുദ്ധക്കപ്പലുകൾ, ഡ്രോണുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിലും കയറ്റുമതിയിലും ഇന്ത്യ സാന്നിധ്യം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. റഫാൽ യുദ്ധവിമാനങ്ങളുടെ ആഗോള നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറുകയാണെങ്കിൽ അത് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിൽ ചരിത്രപരമായ നാഴികക്കല്ലായിരിക്കും.
ഇന്ത്യ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾക്ക് അത്യാധുനിക യുദ്ധവിമാനങ്ങളും അവയുടെ പ്രധാന ഘടകങ്ങളും വിതരണം ചെയ്യുന്ന പ്രധാന പ്രതിരോധ നിർമ്മാണ കയറ്റുമതി കേന്ദ്രമായി ഉയരാൻ ഈ പദ്ധതി വഴിയൊരുക്കും. ഈ നിർണായക പദ്ധതിയെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം വരും ദിവസങ്ങളിൽ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷ.